പായസം നക്കാൻ. നീ എന്തിനാ കൊതി നോക്കുന്നു? കൊതി നോക്കാനോ? എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല. എനിക്കും അങ്ങനെ തന്നെ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും ഇഡ്ഡലി ഇഷ്ടമില്ല. എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല, വേണ്ട. ഇന്നത്തെ സാമ്പാർ ഉണ്ടല്ലോ, സൂപ്പർ സാമ്പാർ. ഓ, വെറുതെ ഭാര്യ പോരത്തില്ല, അത്ര കൊള്ളയൊന്നുമില്ല. ഞാൻ നക്കി നോക്കിയതാ. ഓ, അവക്ക് സഹിക്കുന്നില്ല. എന്റെ ഭാര്യ നല്ലതുണ്ടാക്കിയാൽ നല്ലതെന്ന് പറയാൻ ഞാൻ പറയും, കൊള്ളൂലെന്ന് തന്നെ പറയും. ആദ്യം പറഞ്ഞത് ഓക്കെ, രണ്ടാമത്തും കൂടി ആകുമ്പോ ക്ലീറ്റോ എന്തോ കാര്യം സാധിക്കാൻ പറയുന്ന പോലൊരു തോന്നല്. എന്തോന്ന് സാധിക്കാൻ കൊള്ളാന്ന് ഞാൻ പറഞ്ഞു പോയി. അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടെ ഇവിടെ കൂടെ എടുത്ത് കഴിച്ചു. സംഭവം അത് തന്നെ. ഞാൻ കഴിച്ചില്ല. മതിയോ ഇങ്ങനെ വെക്കാനായിട്ട്? സൂപ്പർ, എനിക്കൊന്നും ഇഷ്ടപ്പെടും. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കറികളൊക്കെ ടേസ്റ്റ് എല്ലാ ദിവസത്തും ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് പൈസയൊക്കെ കൊണ്ട് തരണോണ്ടായിരിക്കാം കറിക്കൊക്കെ ടേസ്റ്റ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ഇവിടെ പൈസ തരുന്നുണ്ട് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു നക്കൽ. അത് വേണ്ട. ഇത്രയും നാളും തന്നത് എന്റെ വേർപ്പായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട, എന്റെ അധ്വാനം ഇല്ലാതെയൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വയലുകളും നികത്തി എല്ലായിടത്തും ഷോപ്പിംഗ് മാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോക്കറ്റിലോട്ടുള്ള വരവ് അങ്ങനെ അങ്ങ് തുടരും. അല്ല ഡാഡി, വയലൊക്കെ നികത്തി നമുക്ക് എങ്ങനെ അരി കിട്ടും തിന്നാൻ? അത് ആന്ധ്രയും തമിഴ്നാട്ടിലും ഒക്കെ അരി ഉണ്ടല്ലോ. അപ്പൊ അവര് നികത്തിയാലോ? അവര് നികത്തുമ്പോ ഇവര് പ്ലാസ്റ്റിക്കിന്റെ അരി ഉണ്ടാക്കി തരും. പത്ര നമ്മളെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ഇപ്പോ ഇവിടുത്തെ വയല് നികത്തുന്നത് കൊണ്ടാണ് നമുക്ക് അരി വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. എന്റെ ക്ലീറ്റോ, നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ ക്ലീറ്റോ? അതുകൊണ്ട് നാടിനെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയില്ലേ? ആ കൊച്ചിനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലല്ലോ. എന്താണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? എല്ലാരും പറയും വയല് നികത്തരുന്ന്, ഇവരതിന് കൂട്ടുന്നില്ല. എന്റെ ഫോൺ അതെ, നാട്ടിന്റെ ഒരു വികസനം. ഒരു ഷോപ്പിംഗ് മാൾ വന്നു കഴിഞ്ഞാൽ എത്ര പേരുടെ ജോലി കിട്ടണമെന്ന് അറിയാം. അങ്ങനെ ചിന്തിക്കുന്നേ, അത് ചിന്തിക്കില്ല. ഹലോ എടാ, ആ ചായ കുടിക്കുന്നു. ഇല്ല, ക്ലീറ്റോ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഇന്ന് ഇഡലി സാമ്പാർ. എന്താ നീ പോയോ? ആ, അമ്മ അപ്പുറത്ത് എന്താ ചായ കുടിക്കാൻ വിളിച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഒതുക്കി പറക്കിക്കൊണ്ടിരിക്കുക. ആ അയ്യോ, ആര്? അതാരാ? അയ്യോ, അത് വേണ്ടായിരുന്നടാ. അമ്മ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ പിന്നെ. ഹലോ എടാ, എത്ര രൂപയ്ക്ക്? ആ, പക്ഷെ മോനെ വേറെ ആർക്കെങ്കിലും നോക്കായിരുന്നല്ലോടാ. പരിചയമൊന്നുമില്ലല്ലോ. ആണോ? ആ, ശരി. ആ ശരി. കനകൻ. എന്താ പ്രശ്നം? അവിടെ ഇന്ന് മറ്റേ പുതിയൊരു ലൈൻമാൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അയാൾക്ക് താമസിക്കാൻ വീട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇത് ചോദിച്ചു. നമ്മുടെ അപ്പുറത്ത് എടുക്കണതേ. അതുകൊണ്ട് അപ്പൊ അയാൾ ഇന്നൊന്ന് അത് വന്നൊന്ന് തുറന്ന് കാണണം എന്ന് പറഞ്ഞു. എല്ലാം നടക്കും. ആവശ്യമില്ലാത്ത ഏടാ കൊടുത്ത് നിൽക്കാതെ അവനോട് മര്യാദയ്ക്ക് പറയും. വേണ്ടതിനൊന്നും കാണിക്കണമെന്ന് പറയാം. ഇത് വാടകയൊന്നും കൊടുത്താൽ ശരിയാവുന്നില്ല. ഇതെങ്ങനെ വാടകയ്ക്ക് കൊടുക്കും? നമ്മളടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ? ചോദിക്കാതെ അങ്ങനെ ചാടി കയറി അവന് തോന്നി കളി ചെയ്യാൻ പറ്റും? നമ്മളടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ഇല്ലാത്തെന്താണ്? അവനും നിനക്ക് ഒരേ അവകാശം തന്നെ. നീ രണ്ടും ഒരു വയറ്റിലുള്ള മക്കൾ തന്നെയല്ല. എപ്പോഴും ഇത് പറയണ്ട. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒരേ അവകാശം, ഒരേ വയറ്റിലുള്ള. ഇതിപ്പോ നമ്മുടെ വീടല്ല വാടക കൊടുക്കണം, അവന്റെ വീടാ. ഞാൻ ആവശ്യമില്ലാത്ത ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇവിടെ ഇനിയിപ്പോ വേറെ ആളൊന്നും ഇതിന്റെ ഇടയ്ക്ക് ഒന്നും താമസിച്ചാൽ ശരിയാവൂല. അവന്റെ വീട് വാടക കൊടുക്കണേന് ഞാൻ പറയാനുള്ളത് ഇപ്പൊ അവനോട് പറഞ്ഞു. നമുക്ക് പരിചയമില്ലാത്ത ആളല്ലടാന്ന് പറഞ്ഞപ്പോ അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണു. കുഴപ്പമില്ല. വരണവന്റെ രീതി സ്വഭാവം ഒന്നും നമുക്ക് അത് വേണ്ട, ശരിയാവൂല. ആവശ്യമില്ല. എന്നാ ക്ലീറ്റോ വിളിച്ച് പറ ശരിയാവൂല. അങ്ങോട്ട് പറഞ്ഞാൽ മതി. നീ അല്ലെ അമ്മയുടെ അമ്മ അറിഞ്ഞത്? അമ്മ അറിഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നല്ല ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ? അമ്മയോട് അറിഞ്ഞിട്ട് തന്നെ ഈ പരിപാടി. എനിക്കറിയില്ല, അമ്മേനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ. അമ്മ കനകം വിളിച്ചിരുന്നു, വീട് വാടകയ്ക്ക് കൊടുക്കാൻ പോവാണ്, നിന്നെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനിപ്പോ വിളിച്ചിട്ടുണ്ടായി കുറച്ചു നേരം മുമ്പ്. എന്താ പറഞ്ഞു? വാടകയ്ക്ക് കൊടുക്കാൻ പോവാണ്, ഇന്ന് ആരോ വരും, ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതൊന്നും ഇവിടെ നടക്കൂല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. മുളയിലെ നുള്ളി കളഞ്ഞോളാൻ പറഞ്ഞാൽ മതി. എന്ത് കഷ്ടം. അവന്റെ വീട് അവൻ വാടകയ്ക്ക് കൊടുക്കുന്ന, അതിന് നിനക്കെന്ത്? അവന്റെ വീടാ? അല്ല, ഞാൻ ചോദിച്ചോട്ട് അവന്റെ വീടാകുന്നത് അമ്മയുടെ കാലശേഷമല്ലേ?
ഇപ്പൊ അമ്മയുടെ പേരിലാണല്ലോ. എടേ ഇവിടെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന നീ അല്ലേ ഇവിടെ താമസിച്ചുകൊണ്ട്, അതുപോലെ അവൻ അവിടെ താമസിച്ചുകൊണ്ട് അവൻ തീരുമാനം എടുക്കും. അതിന് നിങ്ങൾക്കത് ഇത് ഞങ്ങളെ വീട്, ഇവിടെ തീരുമാനം എടുക്കേണ്ട ആള് ഞാൻ തന്നെ. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് തറവാട് വീടാണ്, അവയിൽദാര് അന്തി ഉറങ്ങണ വീടാണത്. അത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടണ നക്കാപ്പിച്ച വാങ്ങിച്ച അവൻ സൂഹിക്കാൻ പോണു പോലും. ഇതൊന്നും ഇവിടെ നടക്കൂല അമ്മ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഒന്നും മിണ്ടാതിരിക്കും ക്ലീറ്റോ. ക്ലീറ്റോ എന്തിനാ ഈ ഒച്ചത്തിരി വളവളാന്ന് പറയണത്? അതെ, ഇവിടെ ചിലരോട് ചില കാര്യങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞാലേ അവരെ തലയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകും. ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എങ്ങനെയാലും ഇത് ഇവിടെ നടക്കൂല, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് അവരുടെ കാര്യം പറയും. അമ്മേ, ഇത് അതല്ല കാര്യം. പിന്നെ ഈ വന്ന ആളാ എവിടെ നിന്നാണ്, ആരാണ്, എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ക്ലീറ്റോ രാവിലെ പാർട്ടിയുടെ ജോലി എന്ന് പറഞ്ഞ് അങ്ങ് പോകും. പിന്നെ ഞാൻ ഈ കൊച്ചി വീട്ടിൽ ഒറ്റയ്ക്കാ. ഒരു പരിചയമില്ലാത്ത ഒരാൾ അപ്പുറത്ത് ഈ തൊട്ട് വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ടെങ്കിലോ? ഇത് അവന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ പറഞ്ഞാൽ അവൻ സ്ഥലം മാറിപ്പോയപ്പോ അവിടെ ജോലിക്ക് വന്ന ഒരാള്. അതിൽ കൂടുതലല്ലാതെ അവനെ കുറിച്ച് എന്താ അറിയാമോ? അവൻ ഒന്നിച്ച് കളിച്ചു വളർന്നവരായിട്ടാണോ? എന്നാ നിങ്ങൾ വിളിച്ച് കാര്യം പറ. അല്ല, കാര്യം പറയാനല്ല അമ്മ, ഇത് പറഞ്ഞാൽ മതി. അവൻ അങ്ങനെ പൈസയ്ക്കോ അല്ല ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കാന്ന് വിചാരിക്കണേ. ഇവിടെ പരിചയമുള്ള എന്തോരം ആൾക്കാരുണ്ട് വാടകയ്ക്ക് നോക്കി നടക്കുന്ന ആൾക്കാർ. അവർക്ക് ആർക്കെങ്കിലും കൊടുക്കട്ടെ. പരിചയമുള്ള ആൾക്ക് ഇതെങ്ങനെ ശരിയാവും തങ്കം? അവന് 10,000 രൂപ വാടക കിട്ടുന്ന കാര്യം അതിനിപ്പോ എന്താ കുഴപ്പം? 5,000 കൂടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് താമസിക്കുന്നവരുടെ സ്വസ്ഥത കളയണമെന്നാണ്. ഈ ഭരണവനൊക്കെ ഏത് രീതിയാണെന്ന് ഇപ്പൊ ഇച്ചിരി മനസ്സമാധാനമുണ്ട് സത്യത്തിൽ. അത് കളയിക്കാനായിട്ടാണ് ഓരോന്നായിട്ടും ഇറങ്ങിക്കണമേ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നും നടക്കൂല്ലെങ്കിൽ അവനെ വിളിച്ചു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒന്നീ നീ വിളിച്ചു പറയണം, അല്ലെ അമ്മ വിളിച്ചു പറയണം. പിന്നെ എനിക്കങ്ങും പറയാൻ വയ്യ, വേണമെന്നുള്ളവരെ കൊണ്ട് വിളിച്ചു പറയും. എന്റെ ക്ലീറ്റോ, അയാൾ നാളെ വന്ന് അവിടെ വന്ന് താമസിക്കാനല്ല, വീടൊന്ന് തുറന്ന് കാണാനേ തുറന്ന് കാണാൻ എന്താണ് മ്യൂസിയം അടിയത്? ഓ, പറഞ്ഞവന് തുറന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഇതൊന്നും ഇവിടെ നടക്കുള്ള ആരും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ താമസിക്കണ്ടെങ്കിൽ വേണ്ട. ചായ വെച്ച് കുടിക്കാനോ തിന്നാനോ കൊള്ളാനോ സാധനമല്ലോ ആണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പിന്നെ അങ്ങനെ എന്തായാലും അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക വീട്. പക്ഷെ എന്തൊരു കഷ്ടാന്നുള്ളതാ ഞാൻ ആലോചിക്കണേ. വേറെ ആരെങ്കിലും നോക്കാന്ന് പറയാമേ. ക്ലീറ്റസേ, ഞാൻ ഒരു കാര്യം പറയാം. അളിയ ഒരു കാരണവശാലും അവിടെ വേറൊരുത്തം താമസിക്കാൻ അളിയ സമ്മതിക്കരുത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നീ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നതാണ്. വേറെ വല്ലവരൊക്കെ വന്ന് അവിടെ താമസിച്ചാൽ നിന്റെ ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടും. എനിക്ക് അത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു പേടിയാണ്. ഇനിയിപ്പം ഇവനെ വരുമെന്ന് പറഞ്ഞവനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? അതിനെന്താണ് ഒരു വഴി? എൻ്റെ വഴിയുണ്ട്. നമുക്ക് അവനെ ഒന്ന് പേടിപ്പിച്ചാലോ? ഇവിടെ പ്രേതബാധ ഉണ്ടെന്ന് അഭിതാരുടെ പ്രേതം തോക്കുമായി വന്ന് ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞ് നമുക്ക് അവനെ പേടിപ്പിച്ചാലോ? എങ്ങനെയുണ്ട്? അദ്ദേഹം ഓരോ മണ്ടൻ ഐഡിയകൾ പറയരുത്. നീ ഒന്ന് പോടേ ചുമ്മാ. എൻ്റെ പൊന്നളിയ അതൊന്നും അല്ല, നമുക്ക് അവനെ കൈകാര്യം ചെയ്താലോ? ശേ, അതൊന്നും വേണ്ട. വെറുതെ പറഞ്ഞല്ലേ, അവനെ നമുക്കൊന്ന് മാന്യമായിട്ട് ആദ്യം പറഞ്ഞു നോക്കാം. നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം. അളിയ ഒരു കാരണവശാലും അവിടെ വേറെ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കരുത്. നീ നിന്റെ പാർട്ടി ഓഫീസ് അവിടെ തുടങ്ങാൻ നേരത്തെ കനകം സമ്മതിച്ചാ? ഇല്ല, അത് സമ്മതിച്ചില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഞാൻ അങ്ങനെ ഇതങ്ങ് സമ്മതിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ സമ്മതിച്ചോ? വരട്ടെ. പിന്നെ എന്നാലേ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് അവനെ ഒന്ന് പറഞ്ഞു മാറ്റാൻ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഉണ്ട്, ഒരു ഐഡിയ കൂടെ എൻ്റെ ഉണ്ട്. നമുക്ക് ഒരു കടിക്കുന്ന പട്ടി വാങ്ങിച്ച് വീട്ടിൽ മുമ്പ് കെട്ടിയിട്ടാലോ? എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ അതിന്റെ ചെലവിന് നീ കൊടുക്കുവോ? നീ ക്ലീറ്റസിനെ കാണാൻ ചെല്ലുമ്പോ ആ പട്ടി നിന്നെ തന്നെ കടിക്കും. അത് ശരിയാ. അവന്റെ മോന്താണ്ട ഏത് പട്ടിയും കടിക്കണമെന്ന് തോന്നുന്നു. മണ്ടൻ ഐഡിയ ആയിട്ട് വരും. എന്റെ പൊന്നളിയ ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ മഹാ അഹങ്കാരിയാണ്. അവനാണ് നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫീസ് കൂലി. അതറിഞ്ഞാ? ഇവനാ? ഇവൻ തന്നെ. അപ്പൊ പിന്നെ കൊടുത്തോലെ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാൻ. അതെ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ വീട്ടിൽ വേറൊന്നും താമസിക്കാനും വരില്ല. ആരുല്ലേ? അമ്മ നമസ്കാരം. ഞാനേ കനകം പറഞ്ഞിട്ട് വന്നതാ, വീട് വാടക കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, ഇപ്പൊ എവിടെ നിന്ന് വരുന്നത്? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അപ്പൊ അതിനിടയ്ക്ക് വന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. നിങ്ങളുടെ വീട് എവിടെ? ഞാൻ ചങ്ങനാശ്ശേരിയാ, കോട്ടയം. മലപ്പുറം എന്നാണല്ലോ അവൻ പറഞ്ഞത്. അയ്യോ, മലപ്പുറം. അത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ അവിടെ. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി നേരെ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നതാ. അല്ല, ഇപ്പൊ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ബന്ധുവിന്റെ വീടാ. അപ്പൊ അവിടെ സൗകര്യം കുറവാ. അപ്പം എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാലേ, അപ്പോൾ ഈ വീട് വന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഭാര്യയും കൊണ്ടുവന്ന് രാത്രി എന്നെ കൂടെ താമസം മാറാനുള്ള പരിപാടിയാണ്. അയ്യോ, അതെങ്ങനെയാ വീട് വന്ന് കണ്ടുടനെ ഭാര്യ മക്കളെ കൊണ്ടുവരുന്നത്? നടക്കത്തില്ല. അല്ല അമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ട വൈഫിനെ കൊണ്ട് വരാലോ. ആരാമേത്? കനകം പറഞ്ഞില്ലേ വീട് കാണാൻ ഒരാൾ വരുമെന്ന്. ആ ആളാ? പുതിയ ലൈൻമാൻ അല്ലേ? ലൈൻമാൻ. ഇതാരമ്മ? അതെന്റെ മോള്, കനകന്റെ പെങ്ങള്. പറഞ്ഞിട്ടുണ്ട്. നീ കൂടി കയറി വാ. അമ്മ കാണിച്ചെടുക്ക.
ആ ഹലോ ക്ലീറ്റോ. അയ്യോ ഞാൻ കേട്ടില്ല. അതപ്പുറത്ത് അയാൾ വന്നിട്ടുണ്ട്, ആ ലൈൻമാൻ വീട് നോക്കാൻ. ഹലോ 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 എന്താ കട്ടായോ?